ഹായ്, ഞാൻ നിഖിൽ. എടപ്പള്ളി ചേരാനല്ലൂരാണ് നമ്മളുടെ സ്ഥലം. വെൽഡിങ്ങിൻ്റെ വർക്കാകും. ഇത് അമീഗോ, നമ്മുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് അമീഗോ. എൻ്റെ സർട്ടിഫിക്കറ്റ് നെയിമാണ് സീസർ എന്ന് പറയും. ഇതിൻ്റെ ഫാദർ വന്നിട്ട് ഇന്ത്യൻ ചാമ്പ്യനാണ്, പോരാത്തതിനത് ഇമ്പോർട്ടാണ്. മദർ ഒരു വെൽപ്പ് ഇമ്പോർട്ടാണ്, പോരാത്തതിന് അവൾ ഒരു ഇന്ത്യൻ ചാമ്പ്യനാണ്. പുള്ളിക്കാരൻ ഫ്രണ്ട്ലിയാണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ മുഖത്ത് ജമ്പ് ചെയ്ത് അങ്ങനെയുള്ളൊരു എക്സ്പ്രഷനാണ്, സ്നേഹമാണെങ്കിൽ പ്രകടിപ്പിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അഗ്രഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പുള്ളിക്കാരൻ ഇല്ലാത്തതുകൊണ്ടിട്ട്. പിന്നെ പൊതുവേ മറ്റുള്ളവരോടും അത് തന്നെ ഫ്രണ്ട്ലി മൈൻഡാണ്. പക്ഷേ പുള്ളിക്കാരൻ ഒരു ഗാർഡ് ഡോഗും കൂടിയാവും. അപ്പോൾ നമ്മളുടെ കോമ്പൗണ്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആ ഒരു ഗാർഡ് ഡോഗിൻ്റെ ഒരു ഗാർഡ് മോൺ, അത് ആ ഒരു മോഡ് എടുക്കും പുള്ളിക്കാരൻ. സ്ട്രേഞ്ചേഴ്സായിട്ട് തന്നെ അവരെ കീപ്പ് ചെയ്യുള്ളൂ. പക്ഷേ വളരെ പരിചയമുള്ളവരായിട്ടാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഒരു സ്ട്രേഞ്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മാക്സിമം അതിനെ ഒരു സ്ട്രേഞ്ചർ എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടായിരുന്നു പുള്ളിക്കാരൻ അതിനെ ഡീൽ ചെയ്യുള്ളൂ. അതും പറഞ്ഞ് ബൈറ്റ് ചെയ്യുമെന്നല്ല, മാക്സിമം അതിനെ ഒന്ന് എന്താ പറയുക, ഒരു സ്ട്രേഞ്ചർ വരുമ്പോൾ അവനെ വീട്ടിൽ കയറ്റാതെ കുറച്ച് അങ്ങനെയുള്ള രീതിയിൽ പുള്ളിക്കാരനെ ആ ഒരു രീതിയിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുള്ളൂ. ബാക്കി ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും ഫ്രണ്ട്ലിയും ആരായിട്ടും അങ്ങനെ ബൈറ്റിങ്ങോ അങ്ങനെയുള്ള സംഭവങ്ങളോ അങ്ങനത്തെ പ്രോബ്ലങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ബ്രീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ജയ് ആണ് ബ്രീഡർ, തൃശ്ശൂരുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ 56 ദിവസം പ്രായമുള്ളപ്പോൾ ഞാൻ വാങ്ങിച്ചാണ്. പിന്നെ ഒരു വയസ്സ് 2 മാസം വരെ എൻ്റെ കസിൻ്റെ അടുത്താണ് നിന്നേച്ചത്. കാര്യം ഇവിടെ കുറച്ച് ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1 വയസ്സ് 2 മാസം വരെ എൻ്റെ കസിൻ്റെ അടുത്താണ് നിന്നേച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നത്. പക്ഷേ ആ 56 മാസം പ്രായമുള്ള പോലെ തന്നെ ഞാൻ ഇവനായിട്ട് വീക്കിലി ഞാൻ അവിടെ പോയി ഇവനായിട്ട് ഫ്രണ്ട്ലി ആയിക്കൊണ്ടിരുന്നേച്ച്. പിന്നെ ഉള്ളത്, ഇവൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം 1 ഇയർ കഴിഞ്ഞു. ഇപ്പോൾ ഇവനൊരു 2.25 വയസ്സുണ്ട്, 2.5 വയസ്സ് എന്ന് പറയാം. അത്യാവശ്യം ട്രെയിനിങ് ഒക്കെ ഓക്കെയാണ്. അതായത് സിറ്റ്, പിന്നെ നോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫുഡ് എടുക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇപ്പോൾ പുള്ളിക്കാരനൊരു സ്റ്റഡ് ഡോഗ് കൂടിയിട്ടാണ്. ഇപ്പോൾ ഇവൻ്റെ പപ്പീസ് അങ്ങനെയുള്ള കാര്യങ്ങളപ്പോൾ നമുക്ക് മേറ്റ് ചെയ്യുമ്പോൾ കുറേ ട്രെയിൻ ചെയ്ത് അവനെ വളരെ കൺജസ്റ്റഡ് ആക്കി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഒരു അത്യാവശ്യം വികൃതികളൊക്കെ ഉണ്ട്, എന്നോട് മാത്രം, മറ്റുള്ളവരോടൊന്നുമില്ല. ആ ഒരു ഇതാണ്. അല്ലാണ്ട് ഓവറായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കംപ്ലീറ്റ്ലി ഇതാക്കൂല. പിന്നെ പറഞ്ഞ പോലെ പക്ക ഒരു ഗാർഡ് ഡോഗാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിൽക്കണത്. പിന്നെ പുള്ളിക്കാരൻ ഈവൻ എന്നല്ല, റോഡ് വീലർ അത്യാവശ്യം നല്ല എനർജിയുള്ള ഡോഗാണ്. അപ്പോൾ ആ ഒരു എനർജി പുള്ളിക്കാരൻ മാക്സിമം എനർജി സേവ് ചെയ്ത് നിൽക്കും. ആവശ്യത്തിന് വരുമ്പോൾ, ആ ഒരു അവസരം വരുമ്പോൾ നല്ലോണം ആ എനർജി അങ്ങോട്ട് ഉപയോഗിക്കും. പുള്ളി മാക്സിമം എനർജി സേവ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. ഒരു സിറ്റുവേഷൻ വന്നാൽ ഉള്ള എനർജി എടുത്ത് പുള്ളി അങ്ങോട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് നല്ല പവറുണ്ട്. ഫുഡ് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് 2 times ആണ്. അതിൽ ഒരു നേരം ചിക്കനും റൈസ്, പിന്നെ ഒരു നേരം ഡോഗ് ഫുഡാണ് കൊടുക്കുന്നത്. പപ്പിയായിട്ടിരുന്ന സമയത്ത് നമുക്ക് 5 times 4 times അങ്ങനെ ഓരോരോ ഏജ് ബേസിൽ കുറച്ച് കൊണ്ട് വന്നു. ഇപ്പോൾ 2 നേരം നിർബന്ധമായിട്ട് കൊടുക്കും എന്തായാലും. അതിൽ കോംപ്രമൈസ് ഇല്ല. ഫുഡിൻ്റെ കാര്യത്തിന് ഒരു കോംപ്രമൈസ് ഇല്ല. അത് ഞാനെന്നല്ല, എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഫുഡ് ഡീൽ കോംപ്രമൈസ് പാടില്ല ഡോഗിന്. അതേപോലെ പിന്നെ സപ്ലിമെൻറ്റ്സ് ഉണ്ട് പുള്ളിക്കാരന്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ്, വൈറ്റമിൻ, പിന്നെ അയൺ, അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ട്. കാൽസ്യം ഒക്കെ ഒരു 3 മാസം കൂടുന്നവരെ നമ്മളത് കൊടുക്കും. പിന്നെ ഡെയിലി 1 കിലോമീറ്റർ നടത്തിക്കും. ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ടിലോട്ട് പോകും. അത് ഇവൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു സെർബിയൻ റോഡ് വീലർ സ്ട്രക്ചറാണ്. അതായത് നല്ല പഞ്ച് ഫേസ്, റിങ്കിൾസ് ഒക്കെ ഉള്ള, ബോൺ സൈസ് ഒക്കെ ഉള്ള ഒരു ഷോ പീസ് ഐറ്റം. ഇതിൻ്റെ തന്നെ വേറെ റോഡ് വീലർ ഉണ്ട്, ADRK എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഭയങ്കര വർക്കിംഗ് ലൈൻസാണ്. അതായത് ഈ ഗാർഡിങ്ങിനും ഓടാനും ചാടാനും ഫിസിക്കലി ഭയങ്കര സ്പോർട്ടീവ് ആയിട്ടുള്ള റോഡ് വീലേഴ്സാണ്. ഇവനത് ഒട്ടും കുറവല്ല എന്നല്ല, എന്നാലും ഇവനെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ, ഇവനെന്ന് മാത്രമല്ല ഇതേപോലെയുള്ള ഷോ പീസ് ഡോഗ്സ് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ആനച്ചന്തം ഉണ്ടാവുമെന്ന് പറയില്ലേ, അതേപോലെ ഉണ്ടാവും സാധനം. നല്ല മസ്കുലറായിട്ട് അങ്ങനെയുള്ളൊരു ഇതാണ്. അതേപോലെ വർക്കൗട്ടും ഫുഡിൻ്റെ കാര്യങ്ങളിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതേപോലെ പോകണം. ചുമ്മാ വാങ്ങിച്ചിട്ടിട്ട് കുറച്ച് ഇത്തിരി ഫുഡ് കൊടുത്തിട്ട് കാര്യമില്ല. അതേപോലെ ഫുഡ് മെയിൻ്റെനൻസ് ഉണ്ട്. അതും പറഞ്ഞ് കുറേ ഭയങ്കര ചിലവുള്ള കാര്യമല്ല. ചിലവർ പറയും റോഡ് വീലർ നോക്കാൻ ഭയങ്കര ഫുഡിന് ഭയങ്കര ചിലവാണെന്ന്. എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ആ ഒരു പാഷൻ്റെ പുറത്ത് വളർത്തുന്ന കാരണം നമ്മൾക്ക് ആ ചിലവ് നമ്മൾക്കൊരു ബാധ്യതയായിട്ടോ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കണമെങ്കിൽ ഇവൻ അങ്ങനെ അഗ്രസീവ് ഒന്നുമല്ല. നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും. അത് എന്താ പറയുക, ഇത് ഭയങ്കര നമ്മൾ സോഷ്യലൈസ് ചെയ്ത് വളരെ ഫ്രണ്ട്ലി ഡോഗാണ് പൊതുവേ. നമ്മൾ ആ ഓണറാണ് അതിനെ അഗ്രസീവ് ആക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇവൻ ആരായിട്ടും അങ്ങനെ വേറെ ബിഹേവിയർ, അങ്ങനെ പ്രോബ്ലങ്ങളൊന്നുമില്ല, അഗ്രഷനോ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ആരെങ്കിലും ബൈറ്റ് ചെയ്യുകയോ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഒന്നും ഇതുവരെയും കാണിച്ചിട്ടില്ല. എൻ്റെ ഒരു ഇതിലില്ല. ഇവൻ മാത്രമല്ല, വേറെ 2-3 നമുക്ക് ഫീമെയിൽ സ്റ്റോക്ക് ഉണ്ട്. അവരും അങ്ങനെ ബൈറ്റിംഗ് ടെൻഡൻസി ഉള്ള ആളുകളല്ല.
അപ്പോൾ ആളുകളാണ് അതിനെ അഗ്രസീവ് ആക്കുന്നത്. അത് റോഡ് വീലർ എന്നല്ല, എല്ലാ ഡോഗ്സിനെയും ആ ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് കൊണ്ടുപോകുന്നത് ഓണേഴ്സാണ് അല്ലെങ്കിൽ പെറ്റ് പാരൻസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരൻ്റെ ഫിസിക്കലി ഇവന്നല്ല, റോഡ് വീലർ പൊതുവെ ഫിസിക്കലി നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഡോഗാണ്. അതായത് രോഗങ്ങൾ കാര്യങ്ങളൊന്നും അങ്ങനെ അധികം വന്നടയിപ്പല്ല, ഒരുവിധം ഉള്ള രോഗങ്ങളെയൊക്കെ റെസിസ്റ്റ് ചെയ്യും. അത്ര ഇമ്മ്യൂണിറ്റിയാണ്, ഫുൾ ചാർജാണ് അതിൻ്റെ അകത്ത്. പെട്ടെന്നൊന്നും രോഗങ്ങളൊന്നും വരില്ല. അതെന്ത് ഇൻഫെക്ഷൻസ് ആയാലും ശരി, ഏത് രീതിയിലുള്ളതായാലും. പിന്നെ ഇവൻ്റെ പ്രൊഡക്ഷൻ ബേസ് വെച്ച് നോക്കണമെങ്കിൽ പപ്പീസ് അത്യാവശ്യം നല്ല സൈസുള്ള, ബോൺ സൈസുള്ള, അത്യാവശ്യം നല്ല ബോൾ ക്രൈസുള്ള, അത്യാവശ്യം നല്ലൊരു ജീൻ, ജനറ്റിക്കലി നല്ലൊരു ജീനാണ് പപ്പീസെല്ലാം ഇറങ്ങുന്നത്. അപ്പോൾ നിലവിൽ പപ്പീസിനൊക്കെ ഓർഡർ ഉണ്ട്. പിന്നെ ഇവൻ്റെ ലൈൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഒരു ബെസ്റ്റ് പ്രൊഡ്യൂസർ ഉണ്ട്, സുൽത്താൻ ഫുസാഡ് ജോ എന്ന് പറയുന്നത്. അതാണ് ഇവൻ്റെ ഫാദർ. പിന്നെ മദർ എന്ന് പറയുന്നത് ലെക്സ് വോം ഹസാഡൽസ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേൾഡ് ചാമ്പ്യനാണ്, ബെസ്റ്റ് പ്രൊഡ്യൂസറാണ്. അതിൻ്റെ ഡയറക്റ്റ് ഡോട്ടറാണ് ഇവൻ്റെ മദർ. അവൾ ഇന്ത്യൻ ചാമ്പ്യനും കൂടിയിട്ടാണ്. പിന്നെ ഒട്ടുമിക്കപ്പെട്ട വേൾഡിലെ ബെസ്റ്റ് ലൈൻസ്, അതായത് ഇവൻ്റെ പെഡിഗ്രിയിൽ വേൾഡിലെ ഒരു ടിമിട്ടോർ കെനൽസ് ഉണ്ട്. പിന്നെ സാറാ വോം ബെന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ ഉണ്ട് ഇവൻ്റെ. പിന്നെ ഡിസൂംബ വോം ഹസ്ബ്രാസിക് എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വേൾഡിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഇവൻ്റെ ഗ്രാൻഡ് പാരൻസും ഫാദറും മദറൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളതാണ്, ഇന്ത്യയിലായാലും ശരി വേൾഡിലായാലും. പിന്നെ ലൈൻസും അതുതന്നെയാണ്. അതേപോലെ ഇവൻ്റെ പ്രൊഡക്ഷനും അത് തന്നെയാണ്, ക്വാളിറ്റിയാണ് പ്രൊഡക്ഷൻ. ഒരിക്കലും അങ്ങനെ ഒരു ഫ്ലോപ്പായിട്ടുള്ളതൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നാളെ എന്താവും നമുക്കറിയില്ല, എന്നാലും ഇതുവരെ അങ്ങനത്തെ മോശമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മളുടെ ഇത് മേറ്റിച്ചുകൊണ്ടും പോയിട്ടാരും അങ്ങനെ മോശം പപ്പീസാണെന്നൊന്നും നമ്മളുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. റോഡ് വീലർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരിക്കലും ഒരു അനിമലായിട്ട് നമ്മൾക്ക് അത് പറയാൻ പറ്റില്ല. റോഡ് വീലർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റിറ്റ്യൂഡായിട്ടുള്ള തന്നെ. അപ്പോൾ ഞാൻ റോഡ് വീലർ ആറ്റിറ്റ്യൂഡ് എന്നല്ല ഉദ്ദേശിച്ച്, പക്ഷേ എനിക്കെന്തോ റോഡ് വീലറിന് നേരത്തെ തന്നെ ഇഷ്ടമാണ്. വേറെ ഡോഗ്സ് ഉണ്ടായിരുന്നു, എനിക്കിവിടെ പഗ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ 2 മെയിലുണ്ട്. റോഡ് വീലറല്ല, വേറെ ഗോൾഡൻ റിട്രീവർ അങ്ങനെയുള്ള മെയിൽസ് ഉണ്ട്. പക്ഷേ റോഡ് വീലർ എന്ന് പറയുമ്പോൾ അവൻ്റെ പുള്ളിക്കാരൻ്റെ ആ ചങ്കുറപ്പാണ് മെയിനായിട്ട് ഞാൻ റോഡ് വീലറിനെ ഞാൻ സെലക്ട് ചെയ്തത്. ഇതിനേലും ബ്രേവായിട്ടുള്ള ഡോഗ്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ അട്രാക്റ്റീവ് ആയത് റോഡ് വീലറിലാണ്. മൈൻഡ് സെറ്റിലാണ് പുള്ളിക്കാരൻ്റെ ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. നേരത്തെ പറഞ്ഞാൽ റോഡ് വീലർ എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡാണ്, ഒരിക്കലും ഒരു അനിമലല്ല. വളരെ നല്ല ലോയലാണ് ആൾ. പിന്നെ അതേപോലെ അൺകണ്ടീഷണലാണ് ആ കാര്യത്തിൽ. പിന്നെ അതിപ്പോൾ ഈ ലവിൻ്റെ ഇപ്പോൾ എന്താ പറയുക, എല്ലാ കാര്യത്തിനും കോംപ്രമൈസ് ഇല്ല. അത് ഉപകാരത്തിനായാലും ശരി, ഉപദ്രവമൊന്നും ഇല്ല എങ്കിൽ പോലും പൊതുവേ ആ ഒരു ഇതിനായാലും കോംപ്രമൈസ് ഇല്ല. 1,000,000% അറ്റാച്ചാണ് ഇവനായിട്ട്. പുള്ളിക്കാരിപ്പോൾ ഞാൻ എത്ര ദൂരെ ആയാലും, ഇപ്പോൾ ഞാനാണ് ഇവന് ഫുഡ് കൊടുക്കണം. അപ്പോൾ എത്ര ദൂരെ ആയാലും ഞാൻ നൈറ്റ് അല്ലെങ്കിൽ ഡേ സമയം കണ്ടെത്തി ഞാൻ വന്ന് ഫുഡ് കൊടുത്തിരിക്കും. ഞാൻ കൊടുത്താലേ ഇറക്കോളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് വേറെ ഒരു അനിയനുണ്ട്, അവനെ കൊണ്ട് ഞങ്ങൾ 2 പേരാണ് മെയിനായിട്ട് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും ശരി, പുള്ളിക്കാരനെ നമ്മളെന്തായാലും കണ്ടുകൊണ്ടിരിക്കണം. പുള്ളിക്കാരനില്ലാണ്ട് പറ്റൂല. പിന്നെ ഇവന് വേണ്ടി നമ്മൾ ഏത് എക്സ്ട്രീം വരെയും പോവുകയും ചെയ്യും, അത്രേ ഉള്ളൂ.